പ്രതീക്ഷിച്ച പോലെ വേനൽ മഴ ഇനിയും എത്താത്തതോടെ ഉയർന്ന താപനിലയും അന്തരീക്ഷത്തിലെ ഈർപ്പവും കാരണമുള്ള അത്യുഷ്ണത്തിൽ വലയുകയാണ് പത്തനംതിട്ട. പലയിടത്തും പൊതുജനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങളെ ഗൗരവമായി കാണാത്തത് സൂര്യാതപമേറ്റുള്ള അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അൾട്രാവയലറ്റ് രശ്മികളുടെ അളവ് വർദ്ധിച്ചത് വേനൽ ചൂടിനെ കൂടുതൽ അപകടകരമാക്കുന്നുണ്ട്. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം വെയിലേൽക്കുന്ന തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ നിർദ്ദേശങ്ങൾ പലപ്പോഴും ജനങ്ങൾ പാലിക്കുന്നില്ല. അതോടൊപ്പം ലക്ഷണങ്ങൾ തിരിച്ചറിയാതെ പോകുന്നതും സൂര്യാതപത്തെ കൂടുതൽ അപകടകരമാക്കുന്നു. ഇലന്തൂർ വാര്യാപുരത്തിന് സമീപം മുക്കൂട് സ്വദേശിനി ലാജോ ഭവനിൽ വിലാസിനിക്ക് ഉണക്കാനിട്ട കപ്പയെടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴാണ് സൂര്യാഘാതമേറ്റത്. വല്ലാത്ത അസ്വസ്ഥതയുണ്ടായെങ്കിലും സൂര്യാഘാതമേറ്റതാണെന്ന് മനസ്സിലായില്ല എന്ന് വിലാസിനി അമ്മ പറഞ്ഞു. ഉപ്പേരി കപ്പ എടുക്കാൻ പോയതായിരുന്നു. അന്നേരം അസ്വസ്ഥതയൊന്നും തോന്നിയില്ല. അത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ തൊട്ട് ഇതിന്റെ ആണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ 2 ദിവസം അങ്ങ് പോയി മുന്നോട്ട് പോയി. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നു എൻ്റെ മുഖത്ത് എന്തോന്ന് അറിയത്തില്ലെന്ന്. പിന്നെ പൊള്ളി കൂടുന്നു. അപ്പോഴോരോരുത്തർ പറഞ്ഞു ഇത് സൂര്യാഘാതത്തിൻ്റെയാ, അല്ല വേറൊന്നും അല്ല. അപ്പൊ കൂടുന്ന പിന്നെ അത് പൊട്ടുകയൊക്കെ ചെയ്ത് ആശുപത്രിയിൽ പോയപ്പോൾ പിന്നെ അവിടുന്ന് ഒരു മരുന്നിനെ കുറിച്ചാണ് അത് വാങ്ങിച്ച് പുരട്ടിക്കൊണ്ടിരിക്കുക. കണ്ണിന് താഴെയും മുഖവും പൊള്ളി. 2 ദിവസം കഴിഞ്ഞാണ് സൂര്യാഘാതമേറ്റതാണെന്ന് തിരിച്ചറിഞ്ഞതും ആശുപത്രിയിൽ പോയതും. സാധാരണ 10-ാം ഉദയത്തോടനുബന്ധിച്ച് ലഭിക്കുന്ന വേനൽ മഴ ഇത്തവണ നാമമാത്രമായാണ് പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ചത്. വേനൽ മഴ ഇനിയും വൈകിയാൽ കാർഷിക മേഖലയിലും ശുദ്ധജല ലഭ്യതയിലും അടക്കം പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് ആശങ്ക. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.